കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 20, തിരുവചനങ്ങൾ 19 മുതൽ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഉത്ഥാനത്തിന് ശേഷം നമ്മളെല്ലാവരും ഈ ഒരു ദിവസത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുവാൻ പെന്തക്കുസ്താ തിരുനാളിന് വേണ്ടി പ്രാർത്ഥനയിലും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേനയിലുമൊക്കെ നമ്മളായിരുന്നിരിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു ചോദ്യം, അന്ന് പെന്തക്കുസ്താ സംഭവിച്ചതുപോലെ വീണ്ടും ഒരു പെന്തക്കുസ്താ ഇനി സാധ്യമാകുമോ? നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ്. ഇനി എന്തിനാണ് വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ? പ്രിയമുള്ളവരെ, നമ്മളൊരിക്കലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ബൈബിളിലുടനീളം പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ വസിക്കുന്ന ഒരു സാന്നിധ്യമാണ്. പുതിയ നിയമത്തിൽ മാത്രമല്ല നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണുന്നത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. ഇനി ശിഷ്യന്മാരുടെ മേൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യുന്നത് ആദ്യം പെന്തക്കുസ്തായിലല്ല. അതിനു മുൻപ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധിതനായ കർത്താവ് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാം. അത് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് അതാണ്. ബൈബിളിൻ്റെ ആദ്യം മുതലേ ദൈവത്തിൻ്റെ ജീവശ്വാസമാണ്, ദൈവത്തിൻ്റെ ആ ഒരു വചനമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് എന്നെല്ലാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഇത് സംഭവിച്ചു. പെന്തക്കുസ്താ ദിനത്തിൽ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ചലനം അവരിലുണ്ടായി. നമ്മൾ പലപ്പോഴും പറയും, കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് നമ്മൾ പാത്രമാകുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വത്തിക്കാനിലും മാർപ്പാപ്പയ്ക്കുമൊക്കെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വൈദികൻ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്, ഒരു ഗ്ലാസ് പാല് തന്നിട്ട് അതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കാതിരിക്കുന്നത് പോലെയാണ് നമുക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ്. എന്നാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം നമ്മളിൽ ഉണ്ടാക്കുമ്പോൾ ശക്തമായിട്ട് ആ പാലിൽ കിടക്കുന്ന പഞ്ചസാര നമ്മളിങ്ങനെ ഇളക്കുവാണ്. അപ്പോഴാണ് ആ ഒരു പാലിലേക്ക് മധുരം ഉണ്ടാകുന്നത്. അതുപോലെ ഈ ഒരു പെന്തക്കുസ്ത അനുഭവം തങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന, തങ്ങളിലേക്ക് ലഭിക്കപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം, വലിയൊരു അനുഭവം, ഒരു ചലനം ആ ശിഷ്യന്മാരിലുണ്ടാക്കി. അത്രയും നാളും യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കർത്താവിനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഭയപ്പെട്ടിരുന്ന പത്രോസും ശിഷ്യന്മാരും എല്ലാവരും മരണത്തെ പോലും മറന്ന് ജീവഭീഷണി നേരിടുന്ന സമയത്ത് പോലും ധൈര്യത്തോടെ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ തക്ക ധൈര്യമുള്ളവരായിട്ട് തീർന്നു. അവരുടെ വധിക്കുവാൻ പോലും അധികാരമുണ്ടായിരുന്ന ആലോചനാ സംഘത്തിൻ്റെ മുൻപിൽ നിന്ന് ഞങ്ങൾ മനുഷ്യരെയല്ല ദൈവത്തെ അനുസരിക്കുമെന്ന് പറയാൻ ആ ധൈര്യം അവർക്ക് കിട്ടിയത് ആ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിലൂടെയാണ്. പക്ഷെ അതിനുശേഷം പെന്തക്കുസ്താ സഭയിൽ തീരുന്നതായിട്ടൊന്നും വചനത്തിൽ പറയുന്നില്ല. വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യ സമൂഹങ്ങളുടെ മേൽ, വിശ്വാസികളുടെ സമൂഹങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുന്നതായിട്ട് വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അപ്പസ്തോലന്മാരെ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടപ്പോൾ സഭയ്ക്ക് വേണ്ടി വിശ്വാസികൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സ്ഥലം കുലുങ്ങുന്നതായും വലിയൊരു കാറ്റ് വീശുന്നത് പോലെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിൽ അവർ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നതായൊക്കെ പറയുന്നുണ്ട്. ഇതാണ് വചനത്തിൽ ചെറിയ പെന്തക്കുസ്ത എന്നറിയപ്പെടുന്നത്. സെക്കൻഡ് പെന്തക്കോസ്റ്റ്, രണ്ടാമത്തെ പെന്തക്കോസ്ത ആയിട്ട് അറിയപ്പെടുന്നതും ചെറിയ പെന്തക്കോസ്ത എന്നറിയപ്പെടുന്നതും ഈ അനുഭവങ്ങളാണ്. വീണ്ടും ഇതിന് സമാനമായ അനുഭവങ്ങളിലൂടെ വിശ്വാസികൾ ദൈവജനം കടന്നു പോകുന്നതായിട്ട് ദൈവജനം സാക്ഷ്യപ്പെടുത്തുക. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് ദൈവവും ഞാനും തമ്മിലുള്ളൊരു സ്നേഹബന്ധത്തിൻ്റെ അനുഭവത്തിൻ്റെ നിറവ് എനിക്കുണ്ടാകുമ്പോൾ
അനുഭവത്തിൻ്റെ നിറവ് എനിക്കുണ്ടാകുമ്പോൾ എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ആ ഒരു സ്നേഹത്തിൻ്റെ നിറവ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ആഴത്തിൽ അനുഭവപ്പെടുമ്പോൾ, അല്ലേ, നമുക്ക് കുളിര് കോരുന്നുണ്ട്. എൻ്റെ അപ്പൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നു, എൻ്റെ അമ്മയുടെ സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ ചങ്ക് പിടയ്ക്കുന്നു, എൻ്റെ മക്കൾക്ക് എന്നോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളു നിറയുന്നു. നമ്മൾ പറയുന്നത് വിവരിക്കാൻ പറ്റാത്തൊരു അനുഭവം. അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ല, ആ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം എൻ്റെ ചങ്കിൽ തട്ടുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അത് അനുഭവിക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു അനുഭവത്തിലേക്കാണ് ഈ ഒരു പെന്തക്കോസ്ത തിരുനാൾ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരെയും വിളിക്കുന്നത്. കൂദാശകളിലൂടെ നൽകപ്പെടുന്ന, കൈവയ്പിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു ചലനം, ഒരു ദൈവിക അനുഭവം എന്നിലും നിങ്ങളിലും ഈ ദിവസം നിറയാൻ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കണം. വചനത്തിലുടനീളം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഈശോ ശിഷ്യരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. പലയിടങ്ങളിലും ഈശോ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. പക്ഷെ നമുക്കറിയാം നമ്മളെ കൊണ്ട് അതൊന്നും പറ്റുന്നില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ സൂപ്പർ ഹീറോസ് ഒന്നും അല്ലല്ലോ. അമാനുഷിക ശക്തിയോടുകൂടി നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട. പൗലോസ്ലീഹ വരെ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് നന്മ ചെയ്യണമെന്ന്, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യം ഇതാണ്: എനിക്കറിയാം നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് മനുഷ്യരായ നമ്മളെല്ലാവരും ബലഹീനരാണെന്നുള്ള കാര്യം. നമ്മൾ എത്ര വലിയ മസിലുള്ളവരാണേലും, നമ്മൾ എത്ര വലിയ ക്യാരക്ടർ ഉള്ളവരാണെങ്കിലും നമ്മളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. സഭയിൽ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന തെറ്റായൊരു ചിന്ത ഇതാണ്: രക്ഷ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും, അല്ലേ? ഇന്നത്തെ കാലത്തെ ഈ സെൽഫ് ഹെൽപ്പും സെൽഫ് മോട്ടിവേഷൻ ആയിട്ടുള്ള ആശയങ്ങളൊക്കെ പറയുന്നത് എന്താ? എല്ലാ പ്രശ്നങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പച്ചക്കള്ളമാണ്. നമ്മളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് പൗലോസ്ലീഹായെ പോലെ ഞാനും പറയുവാണ്: കർത്താവേ, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് നന്മ ചെയ്യണം. അതുകൊണ്ട് എനിക്കൊരു സഹായകനെ വേണം. എനിക്ക് എന്നെ ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണം. ആ സ്നേഹത്തിൻ്റെ ശക്തിയാണ്, ആ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുന്നത് ഒരിക്കലും നമ്മുടെ യോഗ്യത നോക്കിയാണ്, അല്ലേ? പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താ? ദൈവമേ, ഞാൻ പാപിയാണ്, ദൈവമേ, ഞാൻ കൊള്ളരുതാത്തവനാണ്, എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, എനിക്കൊത്തിരി പോരായ്മകളുണ്ട്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന, ഒത്തിരി നന്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പോകുന്നില്ല എന്നൊരു ചിന്തയിൽ, നിരാശയിൽ നേരെ ഒരു പ്രചോദനത്തിന് പകരം ഒരു അടിച്ചമർത്തുന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം എന്താ? യോഗ്യത നോക്കി അല്ല കർത്താവ് തരുന്നത്. നിങ്ങളുടെ പുണ്യജീവിതത്തിൻ്റെ, വിശുദ്ധ ജീവിതത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അവാർഡ് ഇരിക്കട്ടെ, ഒരു കുതിരപ്പവൻ എന്ന് പറയുന്നത് പോലെ ദൈവം തരുന്നൊരു സമ്മാനമല്ല പരിശുദ്ധാത്മാവ്. പിന്നെയോ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തിന് ദൈവം തരുന്ന സഹായമാണ്, ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് വരുന്ന കൃപയാണ്, സമ്മാനമാണ്, അല്ലേ? നമ്മളൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ യോഗ്യത നോക്കിയിട്ടല്ല, സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. അവാർഡ് കൊടുക്കുന്നത് യോഗ്യത നോക്കിയിട്ടാണ്, എന്നാൽ സമ്മാനം കൊടുക്കുന്നതും സഹായം കൊടുക്കുന്നതും ആവശ്യം നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ സ്നേഹമുള്ളവരെ, നമ്മുടെ ബലഹീനതയിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് കൈത്താങ്ങായിട്ടും സഹായമായിട്ടും ശക്തിയായിട്ടും ദൈവം തരുന്ന സഹായമാണ്, സമ്മാനമാണ്, അവിടുത്തെ കൃപയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ മാതാവിനോട് മാലാഖ ആ മംഗളവാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധ മറിയം ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? എന്നെ കൊണ്ട് പറ്റുകയില്ല, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഒരു പുരുഷൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. ആ ഒരു പുരുഷൻ്റെ സാന്നിധ്യമില്ലാതെ എങ്ങനെ, ഒരു പുരുഷ ബീജമില്ലാതെ എങ്ങനെ എൻ്റെ ഉള്ളിൽ ഒരു ശിശു രൂപപ്പെടും? അപ്പോൾ വചനം പറഞ്ഞ എന്താണ്? ലൂക്ക 1:34, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മനുഷ്യന് അസാധ്യമായത്,
മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമ്മൾക്ക് വിശ്വാസികളായിട്ട് ജീവിക്കാൻ സാധിക്കില്ലെന്ന ഇന്നത്തെ 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസിലെ സഭയോട് പറഞ്ഞത്. നിനക്കൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെങ്കിൽ, നിനക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിനക്ക് വേണം. നിന്നിലെ നന്മകളെ, നിന്റെ ഉള്ളിലുള്ള എല്ലാ നന്മകളെയും ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് നിന്നെ ഏറ്റവും ശക്തയായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീർക്കുന്ന ആ സാന്നിധ്യമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ സാവൂളിനോട് സാമുവേൽ പറയുന്ന ഇതാണ്: നീയും ആ മലയിലേക്ക് കയറി ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. നീ ശക്തിപ്പെടും. മറ്റുള്ളവരോടുകൂടെ നീ പ്രവചിക്കും. നീ മറ്റൊരു മനുഷ്യനായിട്ട് മാറും. ശൗലിനോട് പറയുന്ന കാര്യം ഇതാണ്: നീ മറ്റൊരു മനുഷ്യനായിട്ട് മാറും. കർത്താവിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അവിടുത്തെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. നീ ശക്തിപ്പെടും. നീ മറ്റുള്ളവരോട് കൂടെ നീ പ്രവചിക്കും. നീ മറ്റൊരു മനുഷ്യനായിട്ട് മാറും. ഇതാണ് പെന്തക്കോസ്തായിൽ സംഭവിക്കുന്നത്. ഞാനും നിങ്ങളും എല്ലാം മറ്റൊരു മനുഷ്യരായിട്ട് മാറും. വളരെ മനോഹരമായിട്ട് പൗലോസ് ലീഹ റോമ 8 പക്ഷെ നമ്മൾ കേട്ടിട്ട് ഒരുപക്ഷെ ഒത്തിരി ഉള്ളിലേക്ക് എടുക്കാത്തൊരു വചനമായിരിക്കാം. അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ ദത്തുപുത്രരാണ്. നിങ്ങൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ടവരാണ്. സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പൗലോസ് ലീഹ പറയുകയാണ് റോമായിലെ സഭയോട്, നിങ്ങൾ ദത്തെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? സ്വന്തം മക്കളാണെന്ന് പറയാനാണോ, ദത്തെടുക്കപ്പെട്ട മക്കളാണെന്ന് പറയാനാണോ? നമുക്കെപ്പോഴും നമ്മുടെ ഉള്ളിൽ ചട്ടി നമ്മൾ പറയും, അയ്യോ എനിക്ക് സ്വന്തം എൻ്റെ അപ്പൻ്റെ അമ്മേനെ സ്വന്തം മോനാണ് മോളാണെന്ന് പറയാനാണ് ഇഷ്ടം. കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ വൈകാരിക തലത്തിലുമൊക്കെ അല്ലെ, ദത്തെടുക്കപ്പെട്ടവർക്ക് സ്നേഹം കിട്ടുന്നില്ലെന്നല്ല, എന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു ആഗ്രഹം, ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ സ്വന്തം മക്കളാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് ലീഹ ഇങ്ങനൊരു കാര്യം നമ്മളോട് പറഞ്ഞത്? ഏറ്റവും പെട്ടെന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയുടെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പൗലോസ് ലീഹ ഇത് പറയുന്നത് റോമായിലെ സഭയോടാണ്. റോമായിലെ സഭയിൽ, ആ റോമാക്കാർക്കിടയിൽ, ആ റോമ സാമ്രാജ്യത്തിൻ്റെ നിയമാവലിയിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ജനിക്കുന്ന ഒരു ശിശുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവുമില്ല. റോമ 8:14 നമ്മൾ ഇത് വായിക്കുന്നത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന ഒരു മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലല്ലോ. അതാണാണോ പെണ്ണാണോ, കൈയുണ്ടോ കാലുണ്ടോ എങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ നിയമം പറയുവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജനിച്ച കുട്ടിയെ ഉപേക്ഷിക്കാം. വളരെ മോശമായൊരു ചിന്താഗതിയാണ്. വളരെ മ്ലേച്ഛമായിട്ടും സുഖത്തിൻ്റെ പേരിൽ, അല്ലെ, കംഫർട്ടിൻ്റെ പേരിൽ പറയാണ്, നിങ്ങൾക്ക് ലഭിച്ച കുട്ടിയെ നിങ്ങൾക്ക് വേണേൽ ഉപേക്ഷിക്കാം. കാരണം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആ കൊച്ച് ഇങ്ങനെയായിരിക്കും, ആ കൊച്ച് അങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ അന്നത്തെ കാലത്ത് ഒത്തിരിയേറെ മക്കളെ, പ്രത്യേകിച്ചും ഒത്തിരി കാശുള്ളവർ, ധനാഢ്യരായവർ ദത്തെടുത്തിരുന്നു. എന്തിനാണ്? അവരുടെ പിൻഗാമികളാകാൻ, പിൻതലമുറക്കാരനാകാൻ. അങ്ങനെ ഒരാളെ അവർ ദത്തെടുക്കുമായിരുന്നു. ഇനി ദത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? ദത്തെടുത്ത് കഴിയുമ്പോൾ ഒരു വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങണം. ചിലപ്പോൾ മറ്റൊരു കുടുംബത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ആരും ഇല്ലാത്തവരാണോ നിർബന്ധമൊന്നുമില്ല. ഒരു വ്യക്തിയെ സ്വന്തം മകനായിട്ട്, മകളായിട്ട് ഇങ്ങനെ മേടിക്കുവാണ്. ഇനി ഈ വ്യക്തിയുടെ തുടർച്ച അവകാശം ഈ വ്യക്തിക്കാണ്. ഈ വ്യക്തിയെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മേടിക്കുന്നതായിട്ടൊരു സമ്പ്രദായമുണ്ട്. നമ്മൾ ഓർക്കണം, നമ്മളും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പാപത്തിൻ്റെ കയ്യിൽ നിന്ന് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും കൊടുത്ത് ദൈവം വിലയ്ക്ക് വാങ്ങിയവരാണ്. ഇതുപോലെ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം കോടതിയിലേക്ക് ചെല്ലും. കോടതിയിലേക്ക് ചെന്നിട്ട് ഈ മനുഷ്യൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം എടുക്കും. നമ്മളാണ് എന്തൊക്കെ എടുക്കും? പാസ്പോർട്ട്, ആധാർ കാർഡ്, പോലീസ് ക്ലിയറൻസ്, നമ്മളെക്കുറിച്ചുള്ള സകല രേഖകളും എടുത്ത് അവിടെ വെച്ച് അങ്ങ് കത്തിച്ചു കളയും, അല്ല കീറിക്കളയും. എന്നിട്ട് വ്യക്തിക്ക് പുതിയ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കും. പുതിയൊരു പേര്, പുതിയൊരു വിശേഷണം, എല്ലാം പുതിയതാക്കും. അതായത് ഇന്നു മുതൽ ആ വ്യക്തിക്കുണ്ടായിരുന്ന എല്ലാ കടങ്ങളും, ലിറ്ററലി എല്ലാ കടങ്ങളും എഴുതി തള്ളി ആ വ്യക്തിയെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റും. ആ വ്യക്തിക്ക് ഇനി കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കടബാധ്യതയില്ല. കഴിഞ്ഞകാല ജീവിതത്തിൽ ആരായിരുന്നാലും ആ വ്യക്തി ഇനി മുതൽ അങ്ങനെയല്ല. ആ വ്യക്തി പുതിയൊരു വ്യക്തിയാണ്. ഇവിടെ എന്താണെന്നറിയാവോ? ദത്തെടുത്ത വ്യക്തിയെ ഉപേക്ഷിക്കാൻ നിയമം നിന്നെ അനുവദിക്കില്ല. കാരണം നീ ഒരു വ്യക്തിയെ ദത്തെടുക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണെന്നും ആരാണെന്നും എല്ലാം അറിഞ്ഞതിന് ശേഷം, അറിവോടുകൂടിയാണ് നീ ആ വ്യക്തിയെ
പുത്രനായിട്ട് പുത്രിയായിട്ട് പുത്രസ്ഥാനത്തേക്ക് സ്വീകരിക്കുക. അതുകൊണ്ട് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ ഒരു ആശയമാണ് പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങൾ ദത്തെടുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ പുതിയ വ്യക്തിയായി മാറി. നിന്നെ ദൈവം അറിഞ്ഞുകൊണ്ട് സ്വന്തം മകനായിട്ട് മകളായിട്ട് ഏറ്റെടുത്തതാ. നിന്നെ ദൈവം ഉപേക്ഷിക്കില്ല. ഈ ഒരു പെന്തക്കോസ്താ ദിനത്തിൽ പ്രിയമുള്ളവരെ, നമുക്ക് നൽകപ്പെട്ട സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റി. നിങ്ങൾക്കൊരാളൊരു സമ്മാനം തരുമ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് ആ വ്യക്തിക്ക് ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കൊടുത്തൊരു ഷർട്ട് ഒരാൾ ഇട്ട് കാണുന്നതാണ് നിങ്ങളുടെ അഭിമാനവും സന്തോഷവും. നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ ഫലങ്ങളിൽ നിങ്ങൾ ജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സന്തോഷം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നൽകപ്പെട്ട കഴിവ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. നിങ്ങൾക്ക് ഓടാൻ പറ്റുമോ? നിങ്ങൾ ഓടുമ്പോൾ. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾ സംസാരിക്കുമ്പോൾ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? നിങ്ങൾ വായിക്കുമ്പോൾ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ദൈവത്തിൻ്റെ സമ്മാനമല്ലേ? നിങ്ങൾ അത് ദൈവത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കാൻ, നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. ആ കൃപ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റണം. ദൈവത്തെ ആബാ പിതാവ് എന്ന് വിളിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മകളായിട്ട്, മകനായിട്ട്, പുതിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് എന്നെ മാറ്റണം. ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ എനിക്ക് കൃപ തരണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ജീവിക്കുമ്പോൾ, ദൈവം തന്ന കൃപകളും സമ്മാനങ്ങളും ഞാൻ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ട ശക്തി എനിക്ക് തരണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.